ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് അത്താണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഓണാഘോഷങ്ങൾ എല്ലായിടത്തും തുടങ്ങുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഓണക്കോടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. ചിലർക്ക് നല്ല പ്ലാൻ ഉണ്ടാകും. സെറ്റ് സാരി വേണോ, അതോ സെറ്റ് മുണ്ട് വേണോ, പാവാടയും ബ്ലൗസും വേണോ, ധാവണി വേണോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് മുണ്ട് ഈസി ആയിട്ട് ഉടുക്കാൻ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. പലർക്കും നമ്മളെപ്പോഴും നമ്മൾ റെഗുലറായിട്ട് ഉടുക്കാത്തത് കൊണ്ട് ഒരു ഡൗട്ട് എന്തായാലും ഉണ്ടാകും. സെറ്റ് മുണ്ടിൻ്റെ കളർ കൊണ്ട് എല്ലാവരും അധികം സെറ്റ് സാരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് മുണ്ട് കൊടുക്കുന്നത് എങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത് 2 പീസ് എടുത്തിട്ടുണ്ട്. 2 പീസാണല്ലോ വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കുക. 2 പീസും ഇങ്ങനെ വെച്ച് നോക്കുമ്പം ഏതിനാണോ നീളം കൂടുതൽ നിങ്ങളുടെ അര മുതൽ താഴെ വരെ വരുന്നതിന് ഏതിനാണോ നീളം കൂടുതൽ ആ പീസാണ് നമ്മൾ താഴെ ഭാഗത്തായിട്ട് കൊടുക്കുന്നത്. മറ്റേത് നമ്മൾ നേരിയത്, അല്ല വേഷ്ടി നേരിയതൊക്കെ പറയുന്ന പോലെ അതാണ് മോൾ ഭാഗത്തേക്കാണ് കൊടുക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് മാറിയില്ല, പിന്നെ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തുറന്ന് നോക്കുക. ഈ മുണ്ട് തുറന്ന് നോക്കിയിട്ട് 2 മുണ്ടും കൂടെ ഒന്ന് വെച്ച് നോക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പം നീളമല്ല ഞാൻ പറഞ്ഞത്, വിഡ്ത്ത് ഏതിനാണോ കൂടുതൽ അതാണ് നമ്മൾ താഴെയായിട്ട് മുണ്ടായിട്ട് ഉടുക്കുന്നത്. വിഡ്ത്ത് കുറഞ്ഞത് അതിന് നീളം കൂടുതലായിരിക്കും, അതാണ് മേൽഭാഗത്ത് നമ്മൾ നേരിയതായിട്ട് ഉടുക്കുന്നത്. അതായത് കണ്ടില്ലേ, ഇപ്പം അതിൻ്റെ താഴെയുള്ളതിനാണ് വിഡ്ത്ത് കൂടുതൽ. അപ്പോൾ അതാണ് നമ്മൾ താഴെ ഭാഗത്തായിട്ട് മുണ്ടായിട്ട് ഉടുക്കുന്നത്. ഈ ഒരു 2 ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഉടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതൊരു സിംഗിൾ മുണ്ടാണ് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ ഡബിൾ മുണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ മുണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് വിഡ്ത്ത് നോക്കി കണ്ടുപിടിക്കുക. കാരണം നീളം ചിലപ്പം അതിന് നീളം കൂടുതലുണ്ടാകും ഡബിൾ മുണ്ടായതുകൊണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ ഇങ്ങനെ വിഡ്ത്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതായത് നമ്മൾ ഉടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു അണ്ടർസ്കേർട്ട്, ഒരു വൈറ്റ് സ്കേർട്ട് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് ഏകദേശം ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഞൊറി എടുക്കുക. ഈ ഞൊറി എടുക്കുമ്പോൾ പുതിയ മുണ്ടാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഞൊറി എടുത്ത് ഉടുക്കാൻ വേണ്ടി പറ്റും. അല്ല നിങ്ങൾ ഉപയോഗിച്ച മുണ്ടാണ് നേരത്തെ, ഇത് ഞാനിപ്പം 1-2 പ്രാവശ്യം ഉടുത്ത സെറ്റ് മുണ്ടാണ് കേട്ടോ. പക്ഷേ കഞ്ഞിയൊക്കെ മുക്കി നന്നായിട്ട് പശ തേച്ച് അയൺ ചെയ്തെടുത്തപ്പോൾ നല്ലതായിട്ട് കിട്ടി. അപ്പോൾ ഇതുപോലെ മുണ്ട് എടുത്തിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ, ഇനി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് അതുപോലെ ഒന്ന് മടക്കി താഴത്തേക്ക് മടക്കിയിടാൻ വേണ്ടി പറയാം. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് നല്ല വീശി കെട്ടുമ്പം അതേപോലെ കിടന്നോളും. അതുപോലെ ഈ അറ്റം ഉള്ളിലേക്ക് വരണം. അറ്റം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി നമ്മൾ അത് കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ചിലർക്ക് തന്നെ നീളം കൂടുതലുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 2-3 ഞൊറി നിങ്ങൾക്ക് പ്ലീറ്റ്സ് ആയിട്ട് അവിടെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ 2 പ്ലീറ്റ് വരുന്നുണ്ട്. അങ്ങനെ പ്ലീറ്റ് ആക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ മടക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് അയൺ ചെയ്യണ പോലെ കൈ വെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ കിടന്നോളും. അത് പിന്നെ മാറിയൊന്നും പോകില്ല. അപ്പം പുതിയ മുണ്ടാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അതേപോലെ കിടക്കും. പഴയ മുണ്ടുകൾ 1-2 പ്രാവശ്യം ഉടുത്ത മുണ്ടാണെങ്കിലാണ് ഈ ഒരു പ്രശ്നം വരാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഉടുത്ത് നമുക്കിങ്ങനെ അണ്ടർസ്കേർട്ടിൻ്റെ ഒരു ഭാഗത്ത് കുത്തിക്കൊടുത്ത് മറ്റേത് ഇതുപോലെ നമുക്ക് കൊടുക്കാവുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യം വരാറില്ല. എന്നിട്ട് പിന്നെ ഉടുത്തതിന് ശേഷം നിങ്ങൾ പുറകു ഭാഗമൊക്കെ നോക്കുക. താഴെ നിങ്ങൾക്ക് അത്രയും ലെങ്ത്ത് മതിയോ. അപ്പോൾ നിങ്ങളിത് ഉടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഹീൽസ് ഇടുകയാണെങ്കിൽ അത് ഇട്ടിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഹീൽസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുത്തി കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി വേണ്ടി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് താഴേക്കൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഇനി മുണ്ട് ഉടയേണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിനെ വിളിക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് മുണ്ട് നമ്മൾ ഉടുത്ത് കഴിഞ്ഞു. ഈ മുണ്ട് എടുക്കുമ്പോൾ വീതിയുള്ള കസവ് സെൻറ്ററിൽ വരുന്നതാണ്, സൈഡിലേക്ക് പോകരുത്. സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. സെൻറ്ററിലേക്കാണ് അതിൻ്റെ കസവ് വരുന്നത്. അപ്പോൾ നമ്മൾ മുണ്ട് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ വേഷ്ടി അല്ലെങ്കിൽ നേരിയത് എങ്ങനെയാണ് എടുക്കുന്നതാണ്. അപ്പോൾ നേരിയത് ഞങ്ങൾക്ക് പറഞ്ഞു വീതി കുറവായിരിക്കും, പക്ഷെ നീളം കൂടുതലായിരിക്കും. അപ്പോൾ അതെടുത്തിട്ട് ഞാനിവിടെ ചെറിയായിട്ട് പ്ലേറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലീറ്റ് എപ്പോഴും കുറച്ച് നീളത്തിലെടുക്കുന്നത്, വീതിയിലെടുക്കുന്നത്. നിങ്ങൾക്ക് തീരെ ചെറുതാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെറുതാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെച്ച് നോക്കുക എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് വെച്ച് നോക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം പ്ലീറ്റ്സ് താഴെയായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് പോകാം. കുറച്ചധികം പ്ലീറ്റ്സ് എടുത്ത് പോയി ഇങ്ങനെ ഒരു കാല് വെച്ച് അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് മടക്കുക. അപ്പോൾ ആ ഞൊറി നമുക്ക് വിട്ടുപോവില്ല. ഇനി അല്ലാതെ അയൺ ബോക്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാണ് അയൺ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം.
അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ്സ് എടുത്തിട്ട് കാല് കൊണ്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുകയാണ്. എന്നിട്ട് അതാണ് ഇനി കുത്തി കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു നീളത്തിലാണ് മുന്താണി എടുത്തിരിക്കുന്നത്. അപ്പം മിക്ക നേരിയതിന് സെറ്റ് മുണ്ട് നേരിയത് വരുമ്പം അതിൻ്റെ മുന്താണിക്ക് നീളം എപ്പോഴും കുറവായിരിക്കും. പക്ഷേ ഒരു ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ തീരെ മുന്താണി അങ്ങനെ കിട്ടാറില്ല. അത് നോക്കിയെടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അരഭാഗം നിങ്ങൾ താഴെഭാഗം കുത്തുന്ന ഭാഗം അതും ഇന്നുകൂടെ വെച്ച് നോക്കുക. എന്നിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെഭാഗത്ത് ഒന്നുകിൽ കുത്താം അല്ലെങ്കിൽ പിൻ ചെയ്യാം. ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്താൽ എനിക്ക് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് അത്ര ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പം ഒരു പിന്നോട്ട് സെക്യൂർ നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അത് നമുക്ക് ക്യാരി ചെയ്യാൻ. അപ്പോൾ അത് ഇതുപോലെ നിങ്ങളുടെ വെച്ച് കുത്തി കൊടുത്ത ശേഷം പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലീറ്റ്സ് എടുത്തിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് അധികം കിട്ടാൻ വലിയ വിഷമമില്ല. പിന്നെ സെറ്റ് മുണ്ടിൻ്റെ ഫസ്റ്റ് യൂസ് ആകുമ്പോൾ നന്നായിട്ട് പ്ലീറ്റ്സ് കിട്ടുകയും കൂടി ചെയ്യും. അപ്പോൾ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നന്നായിട്ട് പിൻ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അതിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഓണത്തിന് എല്ലാവർക്കും ആവശ്യമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ മുന്താണി കുത്തുന്ന സമയത്ത് നല്ലപോലെ വലിച്ചിട്ട് വേണം നമ്മൾ ബ്ലൗസിലേക്ക് കുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പ്ലേറ്റ്സ് നല്ല വൃത്തിയിലിരിക്കുകയും ചെയ്യും. ഉടുത്താൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ബോഡിക്ക് നല്ല ഷേപ്പും കൂടെ തോന്നുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൂസായി തോന്നുകയാണെങ്കിൽ താഴെ ഭാഗത്തും കൂടെ ടൈറ്റ് ചെയ്തിട്ട് കുത്തിയാൽ മതി. പിന്നെ മുന്താണിയുടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ഇങ്ങനെ വലിച്ചിട്ട് കുത്തുമ്പം. അപ്പോൾ ഇനി ഒന്നും കൂടെ പ്ലേറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് കറക്റ്റ് ആണോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റും മുണ്ടും ഉടുത്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സെറ്റ് മുണ്ട് എടുത്ത് കംപ്ലീറ്റ് ലുക്കാണിത്. ഞാൻ ബ്ലൗസും കൂടെ ചേഞ്ച് ചെയ്തിട്ട് വരാം. കണ്ടില്ലേ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് എന്ത് ഭംഗിയാലേ. ആർക്കും ഉടുത്താലും ചേരുന്ന ഒരു വേഷമാണ് സെറ്റും മുണ്ടും. അത് ഏത് ഫംഗ്ഷനിൽ പോയാലും എത്ര ഡ്രസ്സ് ഇട്ടാലും നമ്മളെ ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു ഡ്രസ്സാണ് ഈ സെറ്റ് മുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്ത് സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുക, അടിപൊളിയായിട്ട് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.